മാനന്തവാടി താലൂക്കിലെ കാട്ടിമൂല വെള്ളാനിയിൽ ജോസിന്റെ ജീവിതമാർഗമാണ് വാഴകൃഷി. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നല്ല വിളവാണ് പ്രതീക്ഷിച്ചത്. വിളവെടുപ്പ് അടുക്കാറായപ്പോൾ വാഴ തുരയ്ക്കുന്ന വണ്ടിനെ നശിപ്പിക്കാൻ കടയിൽ നിന്നും സ്റ്റാർട്ടിൻ എന്ന കീടനാശിനി വാങ്ങി പ്രയോഗിച്ചു. എന്നാൽ വണ്ട് നശിച്ചില്ല. പകരം ഇദ്ദേഹത്തിന്റെ 1300ഓളം വാഴകൾ കരിഞ്ഞു തുടങ്ങി. 1.5 ലക്ഷത്തോളം രൂപ മുടക്കിയിറക്കിയ കൃഷി വിളവെടുപ്പ് അടുക്കാറായപ്പോൾ നശിച്ചത് ഈ കർഷകനെ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നതോറും ഈ വാഴയുടെ പഴുപ്പ് കയറും. അതിലെ വാഴയുടെ നീര് പറ്റിയിട്ട് വാഴ ചുങ്ങിയാണ് വരുന്നത്. ഇതേ അവസ്ഥയാണ് തുടരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനൊരു വാഴക്കൊല കൊത്താൻ പറ്റിയൊരു സാഹചര്യമല്ല ഉള്ളത്. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമിതമായ രാസവള പ്രയോഗവും മാരക കീടനാശിനി പ്രയോഗവും മൂലം ഇത്തരത്തിൽ നിരവധി വിളകളാണ് നശിക്കുന്നത്. ലാഭം കൂടുതൽ ലഭിക്കുന്ന കീടനാശിനികളാണ് പലപ്പോഴും കച്ചവടക്കാർ കൃഷിക്കാരന് നൽകുക. നിരോധിത കീടനാശിനികളിൽ പലതും ഇപ്പോഴും കടകളിൽ സുലഭമാണ്. എന്നാൽ ഒരു പരിശോധനയും ഇത് സംബന്ധിച്ച് അധികൃതർ നടത്താറില്ല. വളമെന്ന പേരിൽ പലപ്പോഴും നൽകുന്നത് കളനാശിനികളും മാരക കീടനാശിനികളും. നല്ല വിളവിനായി നിരോധിത കീടനാശിനികൾ പോലും തളിക്കാറുണ്ടെന്ന കാര്യം കർഷകരും സമ്മതിക്കുന്നു. കാലസ് എന്ന് പറയുന്ന സാധനം അടിച്ചാൽ ഈ വണ്ട് വീണ്ടും നിലനിൽക്കും. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഉള്ള വീര്യത്തിലുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാവുകയാണ് ശരിക്കും. കൃഷിയിടങ്ങളിലെ കീടബാധയും മറ്റും തടയാനെന്ന പേരിലാണ് കച്ചവടക്കാർ ലാഭം ലഭിക്കുന്ന മാരക കീടനാശിനികൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത കർഷകർ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകേണ്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരാവട്ടെ മൗനം പാലിക്കുകയാണ്. വയനാട് നിന്നും ക്യാമറമാൻ സുശാന്തിനൊപ്പം MV നിഷാന്ത്, ഇന്ത്യ വിഷൻ.